കൈയും കാലും മരത്തിൽ കെട്ടിയിട്ട് നെഞ്ചിലും ദേഹത്തും ഒക്കെ അമ്പ് തറച്ചിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം കാണുമ്പോഴത്തേക്കും മനസ്സിൽ പറയുന്നത് വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 35-ാം വാക്യമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കാത്തതിന്റെ പേരിൽ കപ്പൂച്ചിൻ സഭയിലെ വാഴ്ത്തപ്പെട്ട കാസിയനെയും അഗത്താഞ്ചലോയെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആരാച്ചാർ പരക്കമാഞ്ഞ് നടക്കുന്നതാണ്. കാരണം ഇവർ തൂക്കിക്കൊല്ലാനുള്ള കയറ് കാണാനില്ല. കാസിയനും അഗത്താഞ്ചലോയും എന്ത് ചെയ്തെന്നറിയാവോ? അവരുടെ ഉടുപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചരടുകൾ ഊരിയെടുത്ത് ആരാച്ചാർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞ്, അതെ, കയറില്ലെങ്കിൽ ഈ ചരടുകൾ പിടിക്കുക, ഈ ചരടുകൾ ഉപയോഗിച്ച് ഞങ്ങളെ തൂക്കിക്കൊന്നോ, പരിപാടി നടക്കട്ടെ. വിശുദ്ധ സിപ്രിയനെയും കഴിമരത്തിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സഹാനുഭൂതിയോടുകൂടി പ്രിഫക്ട് സിപ്രിയനോട് പറയുന്നുണ്ട്, നീ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് നിന്റെ തീരുമാനം വേണമെങ്കിൽ നീ മാറ്റിക്കോ, യേശുവിനെ ഒന്ന് തള്ളിപ്പറഞ്ഞാല് നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാം. ലെവലേശം കുലുങ്ങാതെ സിപ്രിയൻ പറയാണ്, അതെ, ഇക്കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ ഒന്ന് തമാശയ്ക്ക് തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്കൊക്കെ തലയും കൊണ്ട് വീട്ടിലോട്ട് പോവായിരുന്നു. അവര് തള്ളിപ്പറഞ്ഞില്ല. കാരണം ഉണ്ടല്ല, ഇവർക്ക് ഈശോ എന്ന് പറയുന്നത് പുസ്തകത്തിൽ വായിച്ചു കേട്ട ആശയമോ മിന്നിമറിഞ്ഞു പോകുന്ന വികാരമോ അല്ലായിരുന്നു, മറിച്ച് ജീവനായിരുന്നു, ജീവിതമായിരുന്നു. വിശുദ്ധ പൗലോസ്